മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിർണായക യോഗം ചേർന്നു. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फ़ोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए, क्योंकि अब वो केंद्र सरकार की हिरासत में है. वहाँ से भी उन्होंने पूरी निगरानी रखी हुई है. और क्योंकि पानी की समस्या गर्मियों में एक बड़ी समस्या हो सकती है. മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ മാസം 31-ന് ഡൽഹിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ അറിയിച്ചു. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है. दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं और ये आंदोलन आगामी दिनों में और तेज होगा. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നീ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ജയിലിൽ നിന്നുള്ള ഭരണം എന്നുള്ളത്. ഏത് തരത്തിൽ അങ്ങനെ ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ കഴിയുമെന്ന സംശയം ഉയരുന്നുണ്ട്. BJPയുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ്. കുടിവെള്ളക്ഷാമം പോലെയുള്ള അത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു, ജയിലിൽ ഇരുന്നു കൊണ്ട് പോലും. അപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്നു. അത് ആവർത്തിക്കുന്ന തരത്തിലേക്കുള്ള കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത് എന്നവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും അവർക്ക് പറയാൻ കഴിയുന്ന തരത്തിലേക്കൊരു പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലേക്കാണ് പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്? ഇതിനെയും ജയിലിൽ ഇരുന്നു കൊണ്ടുള്ള ഭരണം തുടരുക എന്നുള്ളത് തന്നെയാണോ പാർട്ടിയുടെ തീരുമാനവും? അനുജ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ശേഷവും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരും എന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിലുള്ള വിമർശനവുമായി BJP രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യത്തെ ജയിലിൽ തളയ്ക്കാൻ കഴിയില്ല എന്നും കെജ്രിവാൾ രാജിവെക്കണമെന്നും ജയിലിൽ ഇരുന്ന് ഭരണം അസാധ്യമാണെന്നും BJP പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കെജ്രിവാൾ ജയിലിനകത്ത് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലോക്കപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് തനിക്ക് സാധ്യമാണെന്ന് തെളിയിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഒരു കുറിപ്പ് വഴിയാണ്, മന്ത്രി അതിഷിക്ക് നൽകിയ കുറിപ്പ് വഴിയാണ് അദ്ദേഹം ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ ജലക്ഷാമം ബാധിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ വിന്യസിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ കുറിപ്പ്. ഈ കുറിപ്പ് മന്ത്രി അതിഷി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ജയിലിനകത്തിരുന്നും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് കെജ്രിവാൾ എന്നും കെജ്രിവാൾ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരും എന്നും അതിഷി വ്യക്തമാക്കി. ഇതിലൂടെ കൃത്യമായ ഒരു സന്ദേശം BJPക്കും ഒപ്പം തന്നെ ജനങ്ങൾക്കും നൽകാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കെജ്രിവാളിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ ഇപ്പോൾ തുടർച്ചയായുള്ള 4ാം ദിവസവും തുടരുന്നു. ഇന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. അതേസമയം ഡൽഹിയിലെ തുടർ ഭരണം ഒപ്പം തന്നെ സമരപരിപാടികൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്നതിനായി ഒരു യോഗം ഡൽഹിയിൽ ചേർന്നു. ആപ് നേതാവ് സന്ദീപ് പഥക്കിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഒപ്പം തന്നെ കൗൺസിലർമാർ, MLA മാർ എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ആദ്യമായാണ് ആം ആദ്മി പാർട്ടി ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും എന്താണ് ആ യോഗത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ ബൽറാം? ഈ ഭരണം ഏത് തരത്തിൽ ജയിലിൽ ഇരുന്നു കൊണ്ട് തുടരാൻ കഴിയുമെന്ന വലിയ ചോദ്യമുണ്ടല്ലോ. ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയുടെ പേരൊക്കെ കേട്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് എന്തെങ്കിലും ചർച്ചകൾ പാർട്ടിയിൽ നടക്കുന്നുണ്ടോ?
അനുജ, കെജ്രിവാളിന്റെ അറസ്റ്റ് ഏതാണ്ട് ഒരു വർഷമായി ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. എന്നാൽ അത് ഉടൻ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു ഘട്ടത്തിൽ തന്നെ പകരം ആര് എന്ന ചർച്ചകൾ നടന്നിരുന്നു. പല പേരുകൾ, അതിഷിയും സന്ദീപ് അടക്കമുള്ള പേരുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്നാൽ ഒടുവിൽ അനുജ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നല്ലോ എന്നതടക്കം ചർച്ചയായിരുന്നെങ്കിലും അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി തുടരാനുള്ള തീരുമാനമെടുത്തത്. ഒരു പരിധിവരെ ഇത് ജയിലിലിരുന്നുള്ള ഭരണം വലിയ തടസ്സങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നൈതികത പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കും എന്നുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അത് രാജിവെക്കുകയാണെങ്കിൽ അഴിമതി അംഗീകരിച്ചു എന്ന ചിത്രീകരിക്കപ്പെട്ടേക്കുമോ എന്നൊരു ആശങ്ക ആം ആദ്മി പാർട്ടിക്ക് അതേസമയമുണ്ട്. ജയിലിലിരുന്നും ഭരിക്കുന്ന ഒരു പോരാളി എന്ന് കെജ്രിവാളിനെ ചിത്രീകരിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലും ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറിപ്പുകളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ജയിലിലിരുന്നു കൊണ്ട് തന്നെ ഭരണം സാധ്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. പക്ഷേ അതിൽ ബി.ജെ.പിയുടെ നിലപാട് എന്താണ്? തുടക്കം മുതൽ തന്നെ ബി.ജെ.പി ഇത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സാധ്യമാകുമോ എന്നതിൽ ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കാൻ ഒക്കെ അവർ നീക്കം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ബി.ജെ.പി നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു തീരുമാനം കൂടി എടുത്ത സാഹചര്യത്തിൽ ബി.ജെ.പി എന്താണ് ഇനി തിടുക്കപ്പെട്ടൊരു നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അനുജ, കെജ്രിവാളിനെതിരെ കേസ് വരികയും അദ്ദേഹത്തിന് അറസ്റ്റ് പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കെജ്രിവാൾ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി ആവശ്യപ്പെടുന്നത്. ബി.ജെ.പിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഘട്ടത്തിൽ ജയിലിലിരുന്നുള്ള ഭരണം അസാധ്യമാണ് എന്നും അത് ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് കെജ്രിവാൾ രാജിവെക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ബി.ജെ.പി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും. അതിലൂടെ ഒരു പ്രതിച്ഛായ നഷ്ടം പാർട്ടിക്ക് ഉണ്ടാകും എന്നും അത് പ്രചരണ വിഷയമാക്കാമെന്നും കണക്ക് കൂട്ടുന്നു. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ആം ആദ്മി പാർട്ടി രാജിവെക്കാതിരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നതും. എന്നാൽ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട തുടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും മറ്റ് നിയമപരമായ നീക്കങ്ങൾക്കുമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി.ജെ.പി. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. നിയമപരമായി കൂടിയാലോചനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള കൂടിയാലോചനകൾ ബി.ജെ.പിയിലും നടക്കുന്നു. ഒരു കാര്യം കൂടി ഇന്ന് വളരെ പ്രധാനപ്പെട്ടത് ഡൽഹിയിൽ സംഭവിച്ചല്ലോ ബൽറാം. അത് ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ കുറെ കൂടി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അവർ കെജ്രിവാളിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് 31-ന് മഹാറാലി നടത്താൻ തീരുമാനിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് യോഗത്തിൽ തീരുമാനമായി ഉണ്ടായത്? അനുജ, കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടക്കുന്നുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ. ഇത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു പ്രതിഷേധമാക്കി മാറ്റാനുള്ള തീരുമാനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനം ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡൽഹിയിലെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി ആം ആദ്മി പാർട്ടി ആയതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ ഗോപാൽ റായ്, അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും CPM നേതാവ് രാജീവ് കുമാർ അടക്കമുള്ളവർ പങ്കെടുത്ത് വാർത്താ സമ്മേളനത്തിൽ ഈ മാസം 31-ന് ഡൽഹി രാംലീല മൈതാനിൽ ഒരു വൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ റാലിയല്ല എന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം എന്നുമുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ വിഷയം മാത്രമല്ല, മറിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നടപടികൾ നേരിട്ട മുഴുവൻ നേതാക്കളുടെയും വിഷയം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചാണ് രാംലീല മൈതാനിയിൽ ഇത്തരത്തിലൊരു വൻ പ്രതിഷേധ റാലി തന്നെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജയിലിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഭരണനിർവഹണം നടത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടതൊപ്പം തന്നെ ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നു. ജയിലിലിരുന്ന് ഭരിക്കാൻ അനുവദിക്കില്ല. അതിൽ നിയമ നടപടിയിലേക്ക് കടക്കാൻ അവർ ആലോചിക്കുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി അവരുടെയും പ്രതിഷേധം തുടരുകയാണ്. ഒപ്പം ഇന്ത്യ മുന്നണിയും മഹാറാലിക്ക് ഒരുങ്ങുന്നു. ഇന്ന് സംഭവിച്ചത് നമ്മൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം.
കോൺഗ്രസിന്റെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ പ്രഖ്യാപിച്ച 4ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിട്ടു. ബിജെപിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടായേക്കും. കേരളത്തിൽ ശേഷിക്കുന്ന 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചേക്കും. ബിജെപിയുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, അതെല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പാരമ്പര്യമായി തന്നെ വളരെ വർഷങ്ങളായി അവർ കുടുംബത്തിന്റെ സീറ്റ് എന്ന തരത്തിലേക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന 2 മണ്ഡലങ്ങൾ. അതിൽ കഴിഞ്ഞ തവണ അത് കൈവിട്ടു പോയെങ്കിൽ പോലും റായ്ബറേലി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന വലിയ ചോദ്യം അവർക്ക് മുന്നിലുണ്ട്. വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടും ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ആ ഒരു മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. നെഹ്റു കുടുംബം വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന മണ്ഡലങ്ങളാണ് റായ്ബറേലിയിലും അമേഠിയും. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റാർ മണ്ഡലങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസ് സസ്പെൻസ് നിലനിർത്തുകയാണ്. ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കാരണം അമേഠിയിൽ മത്സരിക്കാതെ കേരളത്തിലേക്ക് മാത്രം, വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ അത് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പൊതുവെ ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ. അതോടൊപ്പം സോണിയാഗാന്ധി വിജയിച്ചിരുന്ന റായ്ബറേലിയിൽ ഇത്തവണ സോണിയാഗാന്ധി രാജ്യസഭയിലെത്തിയ ഒരു പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിയിലൂടെ മണ്ഡലം നിലനിർത്തണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പക്ഷേ റായ്ബറേലിയിലും കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ വലിയ ആശങ്കയുണ്ട്. കാരണം സോണിയാഗാന്ധി ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്തണം എന്ന് തന്നെയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡും ഇതിനോട് തന്നെയാണ് താല്പര്യം. അപ്പോഴും ഈ പ്രിയങ്കയും രാഹുലും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാകും ഇതിൽ ഏറ്റവും നിർണായകമാവുക. ഇതുവരെ ഈ ഒരു കാര്യത്തിൽ ഇരുവരും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അന്തിമ തീരുമാനം എടുത്താൽ ഒരു പക്ഷേ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതീക്ഷിക്കാം. എന്തായാലും അതിലൊരു സസ്പെൻസ് ഇപ്പോഴും കോൺഗ്രസ് നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. വൈകാതെ തന്നെ CEC ചേർന്നുകൊണ്ട് 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കടക്കും. അതിലൊരു പക്ഷേ ഉത്തർപ്രദേശ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേരുന്നത്. ഈ യോഗം ഇതുമായി ബന്ധപ്പെട്ടാണോ നിതിൻ? അതിൽ കേരളത്തെ സംബന്ധിച്ച് കാത്തിരിക്കുന്ന 4 മണ്ഡലങ്ങളുണ്ടല്ലോ, അതിലെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നാണോ? അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനം എപ്പോഴാകും? അനുജ, കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അന്തിമ തീരുമാനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ട വോട്ടെടുപ്പ് ഇനി ഒരു മാസം കൊണ്ട് തന്നെ ആരംഭിക്കാനിരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലടക്കം പല സ്ഥാനാർത്ഥികളെയും ഇനി BJPക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്ന BJP തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളും അതോടൊപ്പം ബംഗാൾ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ അതിലൊരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും ചേർന്നുകൊണ്ട് ആരാകും സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഒരു അവസാനവട്ട ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തന്നെയാകും ഇന്ന് പുറത്തിറക്കാൻ സാധ്യതയുള്ളത്. അനുജ, BJPയിലും കോൺഗ്രസിലും ഏത് തരത്തിലേക്കാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്നതിന്റെ വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. തന്റെ വസതിയിൽ നടന്ന CBI റെയ്ഡിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര. CBI റെയ്ഡ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മഹുവ പറഞ്ഞു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, കഴിഞ്ഞ ദിവസമാണ് മഹുവ മൊയ്ത്രയുടെ വസതികളിലും പിതാവിന്റെ വസതിയിലുമൊക്കെ റെയ്ഡ് നടന്നത്. ഇപ്പോൾ അതിൽ എന്താണ് മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്നത്? അനുജ, ലോക്സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തിലാണ് മഹുവയ്ക്കെതിരെ CBI കഴിഞ്ഞ ദിവസം കേസെടുത്തത്. അതിന് പിന്നാലെയാണ് റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് CBI കടന്നത്. കൃഷ്ണനഗറിലെ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ പിതാവ് താമസിക്കുന്ന ഫ്ളാറ്റിലും പിന്നെ കൊൽക്കത്തയിലെ മറ്റൊരു വസതിയിലുമായിരുന്നു റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിനെതിരെയാണ് ഇപ്പോൾ മഹുവ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെ ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഒന്ന്, സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് പോലും തടസ്സം നിൽക്കുന്ന തരത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നു. അതോടൊപ്പം തന്നെ ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇന്നിപ്പോൾ മഹുവ മൊയ്ത്രയും പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം നടപടികൾക്കൊരു മാർഗരേഖ പുറപ്പെടുവിക്കണമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. അതോടൊപ്പം CBIയുടെ റെയ്ഡ് അത് നിയമവിരുദ്ധമാണെന്നും ഇന്നത്തെ പരാതിയിൽ മഹുവ മൊയ്ത്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം നടപടികളിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ മഹുവ മൊയ്ത്ര കൂടി പരാതി നൽകിയിരിക്കുന്നത്. അനുജ, തന്റെ വസതികളിൽ നടന്ന റെയ്ഡിനെതിരെയാണ് മഹുവ മൊയ്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്.
തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങളെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന UDFന്റെ പരാതിയിലാണ് നടപടി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, KDISC ജീവനക്കാർ, അതുപോലെ തന്നെ ഹരിതകർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, ജോലി വാഗ്ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ കളക്ടർ വിശദീകരണം ചോദിക്കുമ്പോഴാണോ തങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന് UDF ആവർത്തിക്കുന്നത്? ഇതിൽ എന്താണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതികരണം? നമ്മൾ അല്പസമയം മുൻപ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം ചോദിച്ചിരുന്നു. അദ്ദേഹം ആ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും UDFന്റെ പരാതി വളരെ വ്യക്തമാണ്. കോഴഞ്ചേരിയിലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ അതിൽ അധ്യാപകരുണ്ടായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുണ്ടായിരുന്നു. ഈ യോഗത്തിൽ വെച്ച് തോമസ് ഐസക്ക് ആ യോഗം കഴിഞ്ഞ ഉടൻ, സർക്കാർ സംവിധാനങ്ങളുടെ യോഗം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച ആ ബാനർ മാറ്റിക്കഴിഞ്ഞ ആ സ്ഥലത്തേക്ക് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്ക് എത്തി വോട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ഇത്തരത്തിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. ആ ചിത്രവും അതിൻ്റെ ദൃശ്യങ്ങളും അടങ്ങുന്ന തെളിവുകളുമായാണ് ഇത്തരത്തിൽ UDFന്റെ ജില്ലാ കൺവീനർ അടക്കമുള്ള ആളുകൾ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്തനംതിട്ടയുടെ ചുമതലക്കാരനായ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ ജില്ലാ കളക്ടർ അതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. ഇവർ പറയുന്നത് നഗ്നമായ ചട്ടലംഘനമാണ്. നേരത്തെ കുടുംബശ്രീ അംഗങ്ങളെ വിളിച്ചുകൂട്ടുന്നൊരു പരാതി UDFനുണ്ടായിരുന്നു. ഇതുകൂടാതെ ഹരിതകർമ്മസേന അംഗങ്ങളെയും തൊഴിലുറപ്പുകാരെയും ഒക്കെ വിളിച്ചുകൂട്ടുന്ന പരാതി അവർക്കുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ കൃത്യമായ രീതിയിൽ നഗ്ന ലംഘനമാണ്. ഇതിന്റെ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി നൽകിയതെന്നാണ് UDFന്റെ ജില്ലാ കൺവീനർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഐസക്കിനോട് ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇടതു കേന്ദ്രങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പരാതി വ്യാജമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാം, അവിടെ കുറച്ച് ആളുകളുണ്ട്, ആ പ്രദേശത്തേക്ക് അത് യോഗമാണ് എന്ന് തങ്ങൾക്കറിയില്ലായിരുന്നു, തങ്ങൾ അവിടെ ചെല്ലുന്നു, അവിടെ വോട്ട് ചോദിക്കുന്നു എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. സ്ഥാനാർത്ഥിയുടെ ഒരു ഓൺ ബൈറ്റ് തന്നെ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാമെന്ന് അറിയിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന സമയത്ത് ആദ്യ പരാതി തോമസ് ഐസക്കിനെതിരെ വരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടുന്നു. ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് ഇടതുപക്ഷത്തിന്റെയും ഡോക്ടർ TM തോമസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന പരാതിയിലാണ് ഡോക്ടർ TM തോമസ് ഐസക്കിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയത്. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കാട്ടിയാണ് പരാതി. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CAA-ക്കെതിരായി നടത്തിയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കം ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, ആ നിയമത്തിനെതിരെ നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങൾക്കെതിരെ എടുത്ത കേസ് ഒരു സംസ്ഥാന സർക്കാർ തന്നെ പിൻവലിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ അപകടകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ദിവസം തന്നെ അത്തരത്തിലൊരു ഉത്തരവിറക്കിയത് ഏറ്റവും വലിയ ചട്ടലംഘനമാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോൾ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന പരാതി കമ്മീഷന് നൽകുന്നു. അതിന്റെ വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി BJP ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ്? നമുക്കറിയാം, പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല പൗരത്വ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ളത് എന്നത്. പക്ഷേ അതിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് ഈ കേസുകൾ പിൻവലിക്കുന്നതിനെ കുറിച്ച് അറിയിച്ചത്. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ BJP ചൂണ്ടിക്കാട്ടുന്നത്. അനുജ, അത് തന്നെയാണ് പ്രശ്നം. അതായത് ഈ CAA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ BJP. അല്പം മുമ്പ് BJP-യുടെ അല്ലെങ്കിൽ NDAയുടെ തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ VV രാജേഷ് വാർത്താ സമ്മേളനം നടത്തി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പരാതി നൽകിയതായി അദ്ദേഹം പറയുകയും ചെയ്തു. നേരത്തെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഖ്യമന്ത്രി പരസ്യമായി ലംഘിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ CAA കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പരസ്യമായി കൈക്കൊണ്ടതെന്നാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ അറിവുള്ള മുഖ്യമന്ത്രി തന്നെയാണ് അത്തരത്തിൽ പരസ്യമായ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തതെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിശോധിക്കണമെന്നും നടപടിയെടുക്കണമെന്നും BJP സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. ആ പരാതി ഇപ്പോൾ അവരുടെ പക്കൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി BJP പറയുന്നത്, ഈ CAA-യുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ആ കേസ് പിൻവലിക്കാൻ തീരുമാനം
തീരുമാനമെടുത്ത സർക്കാർ എന്തുകൊണ്ട് ശബരിമലയിൽ ഈ നാമജപ പ്രതിഷേധം നടത്തിയ അയ്യപ്പ ഭക്തർക്കെതിരായ കേസ് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം കൂടി BJP ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗം കളം പിടിക്കുമ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് പരാതികൾ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നു. സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അത്തരത്തിൽ ഒരു പരാതിയുമായി BJP ഈ ഘട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുന്നു. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ച് ആ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ശരി, CA പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പരാതിയുമായി എത്തിയത്. ഇന്ന് കൊല്ലത്തുണ്ടായ ഒരു അപകട വാർത്തയിലേക്കാണ്. കേബിൾ കുരുങ്ങി അപകടം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക്. തടിയുമായി എത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയതാണ് അപകടമുണ്ടാക്കിയത്. 20 മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ വീണു. ലോറിയിൽ അമിത ഭാരം കയറ്റിയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടത്തെ സൈഡിലാണ് ആ ലൈൻ കമ്പി കയറി കുരുങ്ങുന്നത്. എന്നിട്ടും അവൻ കണ്ടില്ലെന്ന് അത്രയ്ക്ക് ഓവർലോഡ് കയറ്റിയിട്ടാണ് ആ വണ്ടി വന്നത്. അതിനകത്ത് തടിയും കൊണ്ട് വന്ന ലോറി, അതിനകത്ത് പ്രോപ്പറായിട്ടല്ലായിരുന്നു തടി പോലും കിട്ടിയത്. ആ CCTV ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഓണറും പുറയിലുണ്ടായിരുന്നു. ഓണർ പോലും വണ്ടിയുടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്താതെ അവിടെ മാറി ആ ലോറി പിടിച്ചെടുത്താണ് ആ ഓണറും പോയി നിന്നത്. ഓണർ പോയി നിന്നിട്ട് ഓണർ ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്കറിയാം, ഞാൻ DYSP വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓൾ കേരള മറ്റേ ലോറിയുടെ പ്രസിഡൻ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ, ആദ്യം ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എങ്ങനെയാണ്? മറ്റൊന്ന്, ഈ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കേബിൾ കുരുങ്ങി എന്നറിയുമ്പോൾ. പക്ഷേ അപ്പോഴേക്കും ഇത് വലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏത് തരത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അനുജ, ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഈ കേബിൾ പൊട്ടി വരുന്നത് കണ്ടുകൊണ്ട് ഈ സന്ധ്യ ഓടി രക്ഷപ്പെടാൻ, ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തൽക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ഈ സന്ധ്യയും കൊണ്ട് ഈ കേബിൾ കടന്നു പോകുന്നതാണ് പിന്നീട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തുടർന്ന് 20 മീറ്റർ ദൂരത്തേക്ക് സന്ധ്യയെ പിടിച്ച് വലിച്ചെറിയുന്നു. ഇതിനുശേഷം ഈ കേബിൾ തന്നെ കുരുങ്ങി സ്കൂട്ടർ ഉയർന്നു പൊങ്ങിയ ശേഷം സന്ധ്യയുടെ തോളലിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് സന്ധ്യയുടെ തോളലിന് പരിക്കേറ്റത്. സന്ധ്യ ഇപ്പോൾ കൊല്ലത്തെ മെഡിക്കൽ ആശുപത്രിയിൽ, അതായത് മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോളലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇത് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, ദീർഘകാലത്തെ വിശ്രമം വേണ്ടിവരും എന്നുകൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തഴവ കുറ്റിപ്പുറത്ത് ഈ അമിത ലോഡുമായി എത്തിയ വാഹനത്തിൽ മുകളിലേക്ക് K-ഫോണിന്റെ ലൈൻ കുരുങ്ങുന്നത്. തുടർന്ന് ഇത് പൊട്ടുകയായിരുന്നു. ഈ പൊട്ടിയ ശേഷം ഈ സ്ത്രീയുടെ സന്ധ്യയുടെ ദേഹത്തേക്ക് വീഴുകയും സന്ധ്യയും വാഹനവും അടക്കം ഈ സമീപത്തെ വാഹനങ്ങളെ അടക്കം ഇത് വലിച്ചുകൊണ്ടുപോയി. പക്ഷേ ആ സമയം പോലും ലോറി ഡ്രൈവർ ഈ അപകടം നടന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം നാട്ടുകാരാണ് ഈ വാഹനത്തിന് മുമ്പിലേക്ക് എത്തി ഈ വാഹനം തടയുന്നത്. അപ്പോഴേക്കും ഈ വാഹനത്തിന്റെ ഉടമയെത്തി നാട്ടുകാരോട് വലിയ രീതിയിൽ ഭീഷണി മുഴക്കുന്ന അടക്കമുള്ള സാഹചര്യമുണ്ടായി. സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ അനങ്ങാതിരുന്ന പോലീസ് ഇന്ന് മാധ്യമങ്ങൾ വാർത്തയായതിന് പിന്നാലെയാണ് സംഭവത്തിൽ കേസെടുക്കാൻ തയ്യാറായത്. ഇന്ന് ദൃക്സാക്ഷികളുടെ അടക്കം മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലക്ഷ്യമായി വാഹനം ഉപയോഗിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. സന്ധ്യ ഇപ്പോൾ ചികിത്സയിലാണ്. ശരി, കരുനാഗപ്പള്ളിയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഇനി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നീക്കവുമായി സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. കുടിശ്ശിക നൽകാമെന്ന ഉറപ്പിൽ കരാറുകാർ നടത്തിവന്ന നിസ്സഹകരണ സമരം അവസാനിപ്പിച്ചു. 6 ഇനം സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തി. തെരഞ്ഞെടുപ്പിൽ സപ്ലൈകോയിലെ പ്രതിസന്ധി രാഷ്ട്രീയ വിഷയമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ അടിയന്തര നടപടി. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 200 കോടി അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കി. വിപണി ഇടപെടൽ നടപ്പാക്കിയതിന്റെ ഭാഗമായുണ്ടായ പ്രതിസന്ധി മറികടക്കാനാണ് തുകയെന്നും ഇത് വകമാറ്റി ചെലവഴിക്കരുതെന്നും ഉത്തരവിലുണ്ട്. തുക ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരുമായി ചർച്ച നടത്തി. കുടിശ്ശിക തുക നൽകാമെന്ന ഉറപ്പിൽ കരാറുകാർ നിസ്സഹകരണം അവസാനിപ്പിച്ചു. ഇതോടെ 6 ഇനം സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിലെത്തി. അരി, മുളക്, കടല, ഉഴുന്ന്, ചെറുപയർ, വെളിച്ചെണ്ണ എന്നിവയാണ് എത്തിയത്. ശേഷിക്കുന്ന 7 ഇനങ്ങൾക്കുള്ള ടെൻഡറിലും കരാറുകാർ പങ്കെടുത്തു. ഈ സാധനങ്ങൾ അടുത്ത ദിവസം ഡിപ്പോകളിലും ഔട്ട്ലെറ്റുകളിലും എത്തും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.
അങ്ങനെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നു. 6 ഇന സബ്സിഡി സാധനങ്ങൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ബാക്കി സാധനങ്ങൾ അടുത്ത ദിവസം തന്നെ എത്തും എന്നുള്ളതാണ്. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത്. യുദ്ധത്തിൽ ഡേവിഡിന്റെ കാലിന് സാരമായി പരുക്കേറ്റെന്നും സർക്കാർ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഓരോ മനുഷ്യരെ ഈ നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാற்ற വേണ്ടതാണ് ഇതാണ് വച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈയെടുത്ത് ഞങ്ങൾ സ്വത്ത് പണം ചോദിക്കുന്നില്ല. പിണറായി വിജയൻ ഇത് ഒരു ഉദവി ചെയ്യണം. അവിടെ നിന്ന് ഇവിടെ MSCയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ അടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. തട്ടിപ്പിനിരയായവരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽ പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ, ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ തട്ടിപ്പിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. സർക്കാർ ഇടപെടൽ എങ്ങനെയാണ്, എത്രത്തോളം കാര്യക്ഷമമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ എങ്ങനെയാണ് നടക്കുന്നത്? അനുജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസം പുറത്തു വരുമ്പോഴും കൂടുതൽ മലയാളികൾ ഇല്ലെങ്കിൽ ഇന്ത്യക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനിരയായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കാര്യം കേന്ദ്ര അന്വേഷണ ഏജൻസികളും സമ്മതിക്കുന്നുണ്ട്. CBI ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകം ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. ഇന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുന്നു. ഇത്തരത്തിൽ വിദേശത്തേക്ക് ആളെ കയറ്റി അയക്കുന്ന ഏജൻസികളെ സംബന്ധിച്ചുൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. റഷ്യയിൽ ഉൾപ്പെടെ അകപ്പെട്ട ആളുകളെ തിരികെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നാണ് മന്ത്രി വിശദീകരിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി S ജയശങ്കറിന് ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ചതിയിൽപ്പെട്ട ആളുകളെ തിരികെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട കത്ത് നൽകിയിരുന്നു. ഒരു ഇലക്ഷൻ സമയമാണ്. ജനങ്ങളിൽ നിന്ന് വളരെയധികം വിരുദ്ധ വികാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. കൊണ്ടുതന്നെ സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഇടപെടലുകൾ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിനായി ഇരയായി എന്നുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ നിന്ന് 4 പേര് ഇത്തരത്തിൽ റഷ്യയിൽ വഞ്ചിക്കപ്പെട്ടു എന്നാണ്. റഷ്യനിലെ സ്വകാര്യ സൈന്യത്തിന്റെ ഭാഗമായി ഈ യുദ്ധമുഖത്താണ് എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ ഈ കണക്കുകൾ ഇവിടെയൊന്നും അവസാനിക്കില്ല എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തൊഴിൽ തട്ടിപ്പിനിരയാകുന്ന കൂടുതൽ ആളുകളുടെ വിവരം ഓരോ ദിവസവും പുറത്തു വരുന്നു. അവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ക്രൈസ്തവർക്ക് ഇന്ന് ഓശാന ഞായറാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. വിശ്വാസ നിറവിൽ ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ജെറൂസലം യേശുക്രിസ്തുവിനെ വരവേറ്റതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്തേറി യേശുക്രിസ്തു പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. വയനാട് നടവയൽ ഹോളിക്രോസ് ഫൊറോന പള്ളിയിലെ ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടേൽ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഓശാന സന്ദേശത്തിൽ റാഫേൽ തട്ടിൽ പറഞ്ഞു. മനുഷ്യരെക്കാളും കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇത് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ. രക്ഷകനെ വരവേൽക്കുന്ന ഓശാന ഞായറിന്റെ സന്ദേശം പൊതുതെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണമെന്ന്
കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മതേതരത്വം സംരക്ഷിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ആഹ്വാനം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണം. ഓശാന ഞായറോടെ നോമ്പുകാലത്തെ വിശുദ്ധ വാരാചരണ കർമ്മങ്ങൾക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ തുടക്കമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാരുടെ കഞ്ചാവ് കൃഷി. ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് വെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? 10 കിളുത്ത് വന്ന എത്ര എണ്ണം വെച്ച്? 13 വെച്ചോ? ഇല്ല, മൊത്തം 40 വെച്ച്. എത്ര വലിപ്പത്തിൽ വെച്ചു? 24 വാർത്തയെ തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയ പോലീസ് കഞ്ചാവ് ചെടി കണ്ടെടുത്തു. വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്താണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ അത് കൃത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ നടപടിയായോ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കുൾപ്പെടെ ഉള്ളവർക്കെതിരെ? നമ്മൾ ഈ വാർത്ത 8:30 മണിയോട് കൂടിയാണ് നമ്മളിത് ഓൺ എയർ നൽകുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഒരു 10 മിനിറ്റിനകം തന്നെ എക്സൈസിന്റെ ഒരു ഇന്റലിജൻസ് സംഘം, ഫ്ലൈയിങ് സ്ക്വാഡ് അവിടെ എത്തുകയായിരുന്നു. അവർ ഒരു പരിശോധനാ ഘട്ടത്തിൽ നടത്തി. ഏതാണ്ട് അരമണിക്കൂറിനകം നമ്മളും ആ പ്രദേശത്ത് പ്ലാച്ചേരിയിലെത്തി. കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയാണ് ഈ പ്ലാച്ചേരി സ്റ്റേഷൻ. എന്തായാലും ആ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടും ആ പരിശോധന തുടർന്നു. അതിനുശേഷം എക്സൈസിന്റെ ആദ്യഘട്ട സംഘം മടങ്ങി. രണ്ടാമതൊരു ടീം അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ നാട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. തുടർന്നാണ് ഇത് മണിമല പോലീസ് സ്റ്റേഷൻ, കോട്ടയം ജില്ലയിലെ മണിമല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. എന്തായാലും അവിടെ നിന്ന് ജയമോഹൻ എന്ന സിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി. അതിനുശേഷമാണ് നാട്ടുകാരടക്കം അവിടേക്ക് ഇരച്ചു കയറി ഒരു പരിശോധന നടത്തിയത്. അതിൽ നാട്ടുകാരുടെ കൈവശമാണ് ഇത് ഈ കെട്ടിടത്തിന് തൊട്ടു പുറകിൽ നിന്ന് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തങ്ങൾ ചെറിയ സംശയം തങ്ങൾക്ക് തോന്നിയിരുന്നു എന്നാണ്. പക്ഷേ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒരു കഞ്ചാവ് ചെടി, അത് കൃത്യമായ രീതിയിൽ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. അതുമായാണ് അതിനുശേഷം നാട്ടുകാർ പോലീസിന് തന്നെ കൈമാറുകയായിരുന്നു. എന്തായാലും വന അതിർത്തിയിൽ അതിക്രമിച്ചു കയറിയെന്നൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ഈ നാട്ടുകാർക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. എന്തായാലും അപ്പോൾ തന്നെ ഇത് പിടിച്ചെടുത്ത് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും കേസ് എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അജേഷ് എന്നാണ് ഇത്തരത്തിൽ ആ വനംവകുപ്പ് വാച്ചറുടെ പേര്. അയാൾ ഒളിവിലാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ പങ്കില്ല എന്നൊരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ BR ജയൻ എന്ന റേഞ്ച് ഓഫീസർ, അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ടിൽ വളരെ വൃത്തിയായി തന്നെ ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ബീറ്റ് ഓഫീസറായ സാമിന്റെയും അടക്കം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ അറിവോട് കൂടിയാണ് എന്ന് പറയുന്ന മൊഴിയാണ് ഇപ്പോൾ നമുക്ക് അജേഷിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് വനംവകുപ്പ് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേസ് എടുക്കും ഈ വിഷയത്തിൽ. അതിൽ അന്വേഷണത്തിന് ശേഷമാണ് പ്രതികൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാവൂ എന്നാണ്. ഇതിൽ വകുപ്പുതല അന്വേഷണം നടക്കാൻ ഉണ്ടോ ഇനി? അതിൽ ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ അറിവോടെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഇതിൽ കുറ്റക്കാരനാണല്ലോ ശ്രീജിത്ത്. തീർച്ചയായും ഇവർ പറയുന്നത്, ഈ ഫോറസ്റ്റിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ അറിഞ്ഞില്ല, ഇത് ഈ താൽക്കാലിക വാച്ചറായ ആൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃഷി നടത്തിയതെന്നാണ്. പക്ഷെ അതൊരു ചോദ്യം മാത്രമാണ്. ഈ ഒരു ഒഴിഞ്ഞ കെട്ടിടമാണ്, അധികം സ്ഥലമില്ല. തൊട്ടടുത്ത മേഖലയിൽ എങ്ങനെയാണ് ഇവരറിയാതെ ഇത്തരത്തിലുള്ള കൃഷി നടത്തുക എന്നത് ഇതൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
അപ്പോഴാണ് ഈ വകുപ്പ് തല അന്വേഷണം ആരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അറിവാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് അറിയേണ്ട. എക്സൈസ് വിജിലൻസ് സംഘമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത്. പത്തനംതിട്ടയിലാണ് ഫോറസ്റ്റ് ഓഫീസിൽ കഞ്ചാവ് കൃഷി, അത് റിപ്പോർട്ട് ചെയ്തത് 24 ആണ്. അതിനുശേഷം പരിശോധന നടക്കുന്നു. ഈ വാർത്ത കൃത്യമാണോ എന്നത് ബോധ്യപ്പെടുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കും. മലപ്പുറം ചോക്കാട് പുലി ഇറങ്ങിയെന്ന് സംശയം. പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ പുലി ആക്രമിച്ച് കൊന്നുവെന്ന് സംശയിക്കുന്ന കാട്ടുപന്നിയുടെ ജഡത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇത് പുലി ഇറങ്ങിയോ എന്ന് സംശയിക്കാനുള്ള സാഹചര്യം എന്താണ്? അവിടെ നേരത്തെയും ഇത്തരത്തിൽ വന്യമൃഗശല്യമുള്ള പ്രദേശമാണോ? അനുജ, തീർച്ചയായും. കാരണം ഇതിനു മുൻപും പലതവണ ഈ മേഖലയിൽ പുലിയും അതുപോലെ തന്നെ കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് പുലിയാണെന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത്. ചോക്കാട് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ പുലി ഇറങ്ങിയതായി സംശയിക്കുന്നത്. കാട്ടുപന്നിയാണ് കൊന്നു തിന്ന നിലയിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. തൊഴിലാളികളും എസ്റ്റേറ്റ് അധികൃതരും ഭീതിയിലാണ് എന്നൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ 202 റീപ്ലാനിംഗ് ഏരിയയിലാണ് കാട്ടുപന്നിയെ കൊന്ന നിലയിൽ കാണുന്നത്. രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കാട്ടുപന്നിയെ കൊന്ന നിലയിൽ കാണുന്നത്. പിന്നീട് ഈ എസ്റ്റേറ്റിന്റെ മാനേജറെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനു മുൻപ് ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കാട്ടുപന്നികളെയൊക്കെ ആക്രമിച്ച് തിന്നാൻ വേണ്ടി കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനായി അവിടെ കൂടും മറ്റും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ എസ്റ്റേറ്റിൽ ഇത്തരത്തിൽ പുലി ഇറങ്ങിയതായി ഇപ്പോൾ സംശയിക്കുന്നത്. മലപ്പുറം ചോക്കാടാണ് പുലി ഇറങ്ങിയെന്ന സംശയം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി TK റീജൻ. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.